നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയുടെ അകത്തളങ്ങളിൽ പുതിയ ചർച്ചകൾ ശക്തമാകുകയാണ്. 3 MLA-മാരെ നിയമസഭയിൽ എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞത് ഒരു നേട്ടമായി കണക്കാക്കുമ്പോഴും പല പ്രധാന മണ്ഡലങ്ങളിൽ ഉണ്ടായ വോട്ടുകുറവ് നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. പ്രത്യേകിച്ച് പാർട്ടിയേറെ പ്രതീക്ഷ വച്ചിരുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലെ പ്രകടനമാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജയസാധ്യത കൂടുതൽ ഉണ്ടെന്ന് വിലയിരുത്തിയ ചില മണ്ഡലങ്ങൾക്കാണ് ബിജെപി നേതൃത്വം എ ക്ലാസ് പദവി നൽകിയിരുന്നത്. ഈ മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണവും വലിയ സാമ്പത്തിക ചെലവും നടത്തിയിരുന്നു. സംസ്ഥാന നേതാക്കൾ നേരിട്ടെത്തി പ്രചാരണം നടത്തി. കേന്ദ്ര നേതാക്കളും പല സ്ഥലങ്ങളിലും പങ്കെടുത്തു. എന്നിട്ടും പ്രതീക്ഷ ഫലം ലഭിക്കാത്തത് പാർട്ടിക്കുള്ളിൽ അസന്തോഷമുണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലങ്ങളിലാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടത്. ചില സ്ഥലങ്ങളിൽ 2021-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറവാണ് ഉണ്ടായത്. ചില മണ്ഡലങ്ങളിൽ 2016-നേക്കാൾ ലഭിച്ച വോട്ട് പോലും ഇത്തവണ ലഭിച്ചില്ല എന്ന് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തലുണ്ട്. ഇതാണിപ്പോൾ നേതൃയോഗങ്ങളിൽ ശക്തമായി ചർച്ചയാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു വരുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് സീറ്റ് വിഭജനമാണ്. ബിജെപിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ ചില മണ്ഡലങ്ങൾ സഖ്യകക്ഷികൾക്കായ 2020-ക്കും BDJs-നും നൽകിയതാണ് വലിയ പിഴവുണ്ടാക്കിയതെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. പാർട്ടി നേരിട്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വോട്ട് മികച്ച ഫലവും ലഭിക്കുമായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ പാർട്ടിയിലെ ചില മുൻനിര നേതാക്കൾ തന്നെ തുറന്ന വിമർശനവുമായി രംഗത്തെത്തും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചിലർ ഈ ആശങ്ക നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ നേതൃത്വം ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്തില്ലെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മറ്റൊരു പ്രധാന വിമർശനം പ്രചാരണ രീതിയെക്കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, പുതിയ പദ്ധതികൾ എന്നിവയെക്കുറിച്ചായിരുന്നു പ്രചാരണം. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളെ ശക്തമായി ഉയർത്തിക്കാട്ടിയില്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. ചില നേതാക്കളുടെ അഭിപ്രായത്തിൽ BJPയുടെ പരമ്പരാഗത വോട്ടർമാരെ ആവേശത്തിലാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ പ്രചാരണത്തിൽ കുറവായിരുന്നു. ദേശീയ രാഷ്ട്രീയം, ആശയപരമായ നിലപാടുകൾ, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നിവ കൂടുതൽ ശക്തമായി പറഞ്ഞിരിക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യം മാത്രം ഉപയോഗിച്ചതിലൂടെ സാധാരണ പ്രവർത്തകരിൽ വലിയ ഉത്സാഹമുണ്ടാക്കാനായില്ല എന്നും വിമർശനമുയരുന്നു. ഈ രണ്ട് പ്രധാന വിമർശനങ്ങളുടെയും മുന ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും അദ്ദേഹത്തിന്റെ നേതൃസംഘത്തിനുമാണ് നേരെ നീളുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുകയും പ്രചാരണ രീതികൾ തീരുമാനിച്ചതും നിലവിലെ സംസ്ഥാന നേതൃത്വമായതിനാൽ ഉത്തരവാദിത്തം അവർക്കാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്താൻ BJP സംസ്ഥാന നേതൃത്വം ഉടൻ യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. 15-ന് സംസ്ഥാന കോർ കമ്മിറ്റി യോഗവും 16-ന് ഭാരവാഹി യോഗവും നടക്കും. ഈ യോഗങ്ങളിൽ ഓരോ മണ്ഡലത്തിലെയും പ്രകടനം പ്രത്യേക ചർച്ച ചെയ്യാനാണ് തീരുമാനം. എവിടെയാണ് വോട്ട് കുറഞ്ഞത്, എന്താണ് കാരണം, എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്നിവ പരിശോധിക്കും. പാർട്ടി നേതൃത്വത്തിന്റെ കണക്ക് പ്രകാരം 2021-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJP വോട്ട് വർധന നേടിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് വളർന്നുവെന്നും കൂടുതൽ മണ്ഡലങ്ങളിൽ സ്വാധീനം വർദ്ധിച്ചു എന്നുമാണ് അവരുടെ വാദം. എന്നാൽ വിമർശന വിഭാഗം പറയുന്നത് വേറെയാണ്. വെറും വോട്ട് വർധന മാത്രം നോക്കിയാൽ മതിയാകില്ലല്ലോ എന്നാണ് അവരുടെ അഭിപ്രായം. പാർട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലവഴിച്ച മണ്ഡലങ്ങളിൽ തന്നെ പ്രതീക്ഷ നേട്ടമില്ലാത്തത് ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ടെന്നാണ് അവർ പറയുന്നത്. വലിയ സാമ്പത്തിക ചെലവുകളും ശക്തമായ പ്രചാരണവും നടത്തിയിട്ടും പല സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് പോലും എത്താൻ കഴിയാത്തത് നേതൃപരാജയമാണെന്നാണ് വിമർശനം. ചില പ്രവർത്തകർ പറയുന്നത് നിലവിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും നേതൃത്വം കേട്ടിട്ടില്ല എന്നാണ്. പ്രാദേശിക വിഷയങ്ങൾ മനസ്സിലാക്കാതെ മുകളിൽ നിന്നുള്ള പ്രചാരണ രീതിയാണ് പലപ്പോഴും പല മണ്ഡലങ്ങളും നടപ്പാക്കിയതെന്നും അവർ ആരോപിക്കുന്നു. ഓരോ മണ്ഡലത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരിക്കെ ഓരോ രീതിയിലുള്ള പ്രചാരണം എല്ലായിടത്തും ഫലപ്രദമാകില്ലെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. അതേസമയം 3 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമായും വിലയിരുത്തപ്പെടുന്നു. കേരളത്തിൽ BJPയുടെ സാന്നിധ്യം മുൻപത്തേക്കാൾ ശക്തമായി എന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു. നിയമസഭയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇതെന്നും അവർ കരുതുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ മറ്റൊരു പ്രധാന ചർച്ച നിയമസഭാ കക്ഷി നേതാവിനെ കുറിച്ചാണ്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് ആരാകുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. ഈ തീരുമാനമെടുക്കുക കേന്ദ്ര നേതൃത്വമായിരിക്കും. മറ്റു പാർട്ടികളിൽ കാണുന്ന പോലെ MLA-മാരുടെ അഭിപ്രായം തേടൽ പോലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വിവരം. നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്നത് V. മുരളീധരന്റെ പേരാണ്. പാർട്ടിയിലെ പ്രവർത്തന പരിചയവും ദീർഘകാല സീനിയോറിറ്റിയും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നിയമസഭയിലെ പാർട്ടി പ്രവർത്തനങ്ങൾ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമസഭാ കക്ഷി നേതാവാകണമെന്ന് മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ വ്യക്തിയായതിനാൽ നിയമസഭയിലും അദ്ദേഹം മുന്നിൽ നിൽക്കണമെന്നാണ് ഇവർ പറയുന്നത്.
പുതിയ തലമുറയുടെ മുഖമായി അദ്ദേഹത്തെ അവതരിപ്പിക്കാമെന്നും ചിലർ കരുതുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വം മാത്രമേ എടുക്കൂ. പാർട്ടിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യവും നിയമസഭയിലെ പ്രവർത്തന രീതിയും എല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും തീരുമാനം പ്രഖ്യാപിക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ BJP ഇപ്പോഴും വളർച്ചയുടെ ഘട്ടത്തിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി സ്വന്തം ശക്തിയും ദൗർബല്യം വിലയിരുത്തുന്ന പതിവുണ്ട്. ഇത്തവണയും അതുതന്നെയാണ് നടക്കുന്നത്. വിജയവും പരാജയവും ഒരുപോലെ പരിശോധിച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുക. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം നേടണമെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വെറും ദേശീയ വിഷയങ്ങൾ മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വലിയ മുന്നേറ്റം സാധ്യമാകില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ BJPക്കുള്ളിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ ആത്മപരിശോധന നടത്താനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോഴും പിഴവുകൾ തിരുത്തേണ്ട ആവശ്യം പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് നേരെയുള്ള വിമർശനങ്ങൾ എത്രത്തോളം ശക്തമാകുമെന്ന് വരാനിരിക്കുന്ന യോഗങ്ങൾക്ക് ശേഷം വ്യക്തമാകും. 3 MLA-മാരുടെ വിജയം പാർട്ടിക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും A ക്ലാസ് മണ്ഡലങ്ങളിലെ വോട്ട് കുറവ് BJPയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമായി മാറിയിരിക്കുകയാണ്. സീറ്റ് വിഭജനം മുതൽ പ്രചാരണ രീതി വരെ പല വിഷയങ്ങളും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നു. വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൂടുതൽ ശക്തമാകാനും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ വഴിയൊരുക്കാനും സാധ്യതയുണ്ട്.